പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെയും നല്ല പ്രഭാതത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഒരു ദിവസം കൂടി വിജയത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ തന്നെ ചിന്തിക്കുക. ജീവിതത്തിൽ ഇന്നലെയും സങ്കടമായിരുന്നു, മിനിങ്ങാന്ന് സങ്കടമായിരുന്നു എന്ന് ഇന്ന് ചിന്തിക്കാതെ മുന്നോട്ട് ഞാൻ എൻ്റെ നേട്ടത്തിലേക്ക്, വിജയത്തിലേക്ക് അടുക്കുന്നുവെന്ന് ഇത് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയെ വെച്ച് തന്നെയാണ് ഈ പറയുന്നത്. അതിനകത്ത് എത്ര ശക്തമായി പിടിച്ചു നിന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, തന്നെ തെറിച്ച് പുറത്തു പോകും. പുറത്തു പോയാലോ, പുറത്തു പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോകാം. അനുരഞ്ജനപ്പെട്ട് സഭയോട് ചേർന്ന് വേണേൽ നിൽക്കാം. അതൊന്നുമല്ല, ഒറ്റയ്ക്ക് ഞങ്ങളിനി ഇല്ല, നിങ്ങളുടെ കൂടെ ഇല്ലെന്നും പറഞ്ഞ് വേണേൽ ഇറങ്ങിപ്പോകാം. പക്ഷേ ഇറങ്ങിപ്പോണത് വീടും പൊളിച്ചോണ്ടല്ല പോണത്, വീട് വിട്ടാണ് പോകുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം മുതൽ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത ഇങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുക. പരിശുദ്ധാത്മാവ് നൽകുന്നുവെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നൽകുന്നതാണെങ്കിൽ അത് പോസിറ്റീവായിരിക്കും, മനുഷ്യൻ്റെ നന്മയ്ക്കായിരിക്കും, ദൈവത്തിൻ്റെ സ്നേഹം വിളംബരം ചെയ്യാനുള്ളതായിരിക്കും. ആ ചിന്ത ഇതാണ്: ഇത്രമാത്രം മുതലുകളെല്ലാം ഈ സഭ ഉണ്ടാക്കിയിട്ടിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യന് ചികിത്സയ്ക്ക് നടക്കുന്നില്ല. ഏറ്റവും വലിയ വില കൂടിയ ചികിത്സ കൊടുക്കാൻ വേണ്ടി ആശുപത്രി പണിത കാര്യമല്ല ഞാൻ പറയുന്നത്. ചികിത്സിക്കാൻ പണമില്ലാത്തവൻ എങ്ങോട്ട് പോകും? പല ആശുപത്രികളിലും ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ വലിയ വായിൽ കരഞ്ഞുകൊണ്ടാണ് ജനം വരുന്നത്. താങ്ങാനാവാത്ത ബില്ല. ഞാൻ ചില മറ്റ് സമുദായങ്ങൾ നടത്തുന്ന ചില ആശുപത്രികളെ പറ്റി കേട്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലുണ്ട്, അതുപോലെ കോയമ്പത്തൂർ, അവിടെ ഒരു ആശുപത്രിയുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല സഭയും പല സമൂഹങ്ങളും പൈസ വാങ്ങാതെ, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ മാത്രം വാങ്ങി നടത്തുന്ന ആശുപത്രികളെ പറ്റി കേട്ടിട്ടുണ്ട്. പലരും അതിനെപ്പറ്റി പരസ്യം കൊടുക്കാറുണ്ട്. ചികിത്സിക്കാൻ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ഇന്ന രോഗത്തിന് ഇന്ന സ്ഥലത്ത് പോയാൽ നടക്കുമെന്ന്. എന്തേ കേരളത്തിൽ നമുക്ക് അങ്ങനൊന്നും ചെയ്തുകൂടാ? ഈ പിതാക്കന്മാരും ഈ അച്ഛന്മാരും ഈ സഭാ സമൂഹവും മുഴുവനും കൂടെ ഈ മുതലെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയിട്ട് എങ്ങോട്ട് പോകാനാ? ലോകത്ത് എല്ലാവർക്കും സുവിശേഷം കൊടുക്കാനാണെങ്കിൽ എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്ന ഒരു ആശുപത്രി എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അതിന് നേതൃത്വം കൊടുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് ഇഷ്ടം പോലെ മുതലുമുണ്ട്, സമ്പത്തുമുണ്ട്, ആളുകളുമുണ്ട്. അവിടെ ആൾ കളിക്കാതിരുന്നാൽ മാത്രം മതി. ദൈവം പ്രവർത്തിക്കും. സമ്പത്തൊരു പ്രശ്നമേ അല്ലെന്നേ. ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാൻ ഒരു ആശുപത്രി തുടങ്ങുന്നു എന്ന് ഒരു പരസ്യം ചെയ്താൽ കോടിക്കണക്കിന് രൂപ വന്നു കയറും. ഒരു സംശയം വേണ്ട. ലോകമെമ്പാടുമുള്ള നല്ല മനുഷ്യർ കാശ് ഇഷ്ടം പോലെ തരും. അങ്ങനെ കിട്ടിയാൽ സുഖമായിട്ട് വലിയൊരാശുപത്രി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, അതിന് ചിലവ് ഒരുപാടുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും പിതാക്കന്മാരോ അല്ലെ അതിന് നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇങ്ങനൊരു കാര്യത്തിന് എടുത്തു ചാടട്ടെ. എടുത്തു ചാടിയല്ലത് ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും കൂടെ ആയിരിക്കട്ടെ. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പൈസ കൊടുക്കാതെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയുന്ന ആശുപത്രി കത്തോലിക്ക സഭ തുടങ്ങാൻ. അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, നാനാജാതി മതത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരും, പാവപ്പെട്ട മനുഷ്യന് ചികിത്സ കിട്ടാതെ മരിക്കുന്ന അവസ്ഥ ഒരുപാടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് വലിയൊരു മോചനം നമുക്ക് ഈ നാടിന് കൊടുക്കാവുന്നേ. സാധിക്കുമല്ലോ. 10-25 ഏക്കർ പലയിടത്തും വാങ്ങിച്ചിട്ടിട്ട് ഇത് ആർക്ക് വേണ്ടിയാണെന്നേ? സങ്കീർത്തകൻ പറയുന്നത് ഇത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ എന്തിനാണ് ഇന്ന് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാർത്ത കാണുന്ന, ഈ മെസ്സേജ് കാണുന്ന നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. ദൈവം പല മനുഷ്യരിലൂടെ പ്രവർത്തിക്കും. അവരുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കും. കഴിവുള്ള മനുഷ്യൻ്റെ കഴിവിൽ പ്രവർത്തിക്കും. സമ്പത്തുള്ള മനുഷ്യൻ്റെ സമ്പത്തിൽ പ്രവർത്തിക്കും. അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ആത്മാവ് നിറഞ്ഞൊരു സമൂഹം, ഒരു നേതൃത്വമുണ്ടെങ്കിൽ ഉറപ്പ് ഒരു പൈസ പോലും വാങ്ങാതെ ഈ വിഷമിച്ച് ജീവിക്കുന്ന, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ ആയുസിൻ്റെ മധ്യത്തിൽ മരിക്കേണ്ടി വരുമ്പോൾ ചികിത്സിച്ച് കുടുംബം മുടിഞ്ഞ് കുടുംബക്കാരെല്ലാം പട്ടിണിയായി മക്കളെ ഒറ്റപ്പെടുത്തി മരിച്ചു പോകുന്ന ഓരോ മനുഷ്യനും പൈസ കൊടുക്കാതെ ഒന്ന് ചികിത്സിക്കാനുള്ളൊരവസ്ഥയുണ്ടായാൽ, അതിപ്പോൾ പറയും ഒത്തിരി ചിലവ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല.
ചികിത്സയ്ക്ക് തന്നെ എന്തുമാത്രം കാശാണ് വാങ്ങുന്നത്. പല സത്യങ്ങളും അറിയാം. വളരെ നിസ്സാരമായ ചെലവ് നടത്തി ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് മാറ്റുന്ന കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ആശുപത്രി വാങ്ങിക്കുന്നത്. ഇതിൻ്റെ കമ്മീഷൻ ഡോക്ടർമാർക്ക് എല്ലാവരും കൊണ്ടുപോവുക, വീതം വെച്ചെടുക്കുക. പാവപ്പെട്ടവൻ്റെ ഹൃദയത്തിനൊരു വാൽവിന് അല്ലെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ പല ബുദ്ധിമാന്മാർ വീതം വെച്ചെടുക്കുന്നൊരവസ്ഥ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ, നല്ല മനുഷ്യർ, ചിന്തിക്കാൻ കഴിവുള്ളവർ, പ്രവർത്തിക്കാൻ കഴിവുള്ളവർ, എൻ്റെ സഹോദരങ്ങളെ, മരിക്കുന്നിടം വരെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തിട്ട് പോകണ്ടേ? അവരിനൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനുവേണ്ടി ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നു. നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് നടക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തൊന്ന് യാത്ര പുറപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് മരണഭയത്തിലല്ല, മനുഷ്യരെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഇത് നിങ്ങൾ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങൾ, ഈ മെസ്സേജ് കാണുന്ന നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം. ഇത് വലുതായിട്ടൊന്ന് പോകട്ടെ, ഒരു ആഗോള ദർശനം ഉണ്ടാകട്ടെ. ഏതൊരു മനുഷ്യനും രോഗിയായാൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിലുണ്ട്. സഭ അതിനെപ്പറ്റി നടത്തുന്നു. സഭയോ സമൂഹമോ ആരെങ്കിലുമൊക്കെ ചേർന്ന് അതിനെ നടത്താൻ, അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ആമേൻ.